ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSD, അതായത് ECT 201 ഫോർത്ത് മൊഡ്യൂളിൻ്റെ 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ആൾറെഡി 3 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ്ജക്റ്റിന്റെ കോഡ് ECT 201, സബ്ജക്ട് നെയിം ഈസ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. ഓക്കെ, സോ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 4ന്റെ സിലബസ് നോക്കാം, KTU സിലബസ് നോക്കാം. സോ ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മോസ്ഫെറ്റും മോസ് കപ്പാസിറ്റർ ആ ഏരിയാസ് ആണ് വരുന്നത്. സോ സിലബസിൽ പറയുന്നത് ഐഡിയൽ മോസ് കപ്പാസിറ്റർ, അതിന്റെ ബാൻഡ് ഡയഗ്രാം, എനർജി ബാൻഡ് ഡയഗ്രാം മോസ് കപ്പാസിറ്ററിന്റെ കേസിൽ അത് ഡിഫറെന്റ് കേസുകളിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. മോസ് കപ്പാസിറ്ററിന്റെ കേസിൽ മെയിൻലി 3 മോഡ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്: അക്യുമുലേഷൻ മോഡ്, ഡിപ്ലീഷൻ മോഡ്, അതുപോലെ തന്നെ ഇൻവേർഷൻ മോഡ്. സോ ഈ 3 മോഡ് ഓഫ് ഓപ്പറേഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ത്രഷോൾഡ് വോൾട്ടേജ്, അതായത് ഒരു മോസ്ഫെറ്റ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജിനെയാണ് എന്ത് പറയുക? ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുക. സോ ആ ത്രഷോൾഡ് വോൾട്ടേജും അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും പഠിക്കാനുണ്ട്. ദെൻ ബോഡി എഫക്റ്റ് എന്താന്നുള്ളത് പഠിക്കാനുണ്ട്. ദെൻ മോസ്ഫെറ്റ്, അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈഡ്, അതായത് അതിന്റെ സ്ട്രക്ചർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോസ്ഫെറ്റ്, എൻഹാൻസ്മെന്റ്, ഡിപ്ലീഷൻ, അതിന്റെ സിമ്പല് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മോസ്ഫെറ്റിലെ ചാനലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഡ്രെയിൻ കറന്റ് ഇക്വേഷൻ വിത്ത് ഡെറിവേഷൻ അവർ പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട്. സോ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ അത് റെഗുലർലി കണ്ടു വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ, ലീനിയർ റീജിയൻ, അതുപോലെ തന്നെ സാച്ചുറേഷൻ റീജിയൻ. ദെൻ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഡ്രെയിൻ ക്യാര, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാര. മോസ്ഫെറ്റിന്റെ കേസിൽ 2 ക്യാരയാണ് ഉള്ളത്, ഡ്രെയിൻ ക്യാരയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാര. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ മൊഡ്യൂൾ 4 ഇനി 2022 നടന്നിട്ടുള്ള SSDയുടെ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് പാർട്ട് A ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് A 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ബോഡി എഫക്റ്റ് ഇൻ മോസ്ഫെറ്റ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്കിന്. പാർട്ടി എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ബോഡി എഫക്റ്റ് ഇൻ മോസ്ഫെറ്റ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് എയിലെ മൊഡ്യൂൾ 4 എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ബോഡി എഫക്റ്റ്. സോ നോർമലി നമ്മളൊരു മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്കറിയാം 3 ടെർമിനൽസ് ആണുള്ളത്. മെയിൻലി സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? ഗേറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിതൊരു സബ്സ്ട്രേറ്റിലാണ് ശരിക്കും ഈ ഒരു മോസ്ഫെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സ്ട്രേറ്റും അല്ലെങ്കിൽ ബോഡി എന്ന് നമ്മൾ അതിനെ പറയും. ഇതും സബ്സ്ട്രേറ്റും നമ്മുടെ സോഴ്സും നോർമലി എന്താ ചെയ്യുക? നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ ബോഡി എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ സോഴ്സിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും സബ്സ്ട്രേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാലാണ് ഈ ബോഡി എഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ബോഡി എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ്, അതായത് ഈ മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടി നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാനും കാരണമാവും ഈ ഒരു ബോഡി എഫക്റ്റ് ഉള്ളത് കൊണ്ട്. ഓക്കെ, സോ നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. സോ പോയിന്റ്സ് എന്ന് പറയുന്നത് ബോഡി എഫക്റ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ദി ട്രാൻസിസ്റ്റർ ത്രഷോൾഡ് വോൾട്ടേജ്. അതായത് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ VT എന്നാണ് പഠിച്ചിരിക്കുന്നത്. ആ VTയിൽ ചേഞ്ച് ഉണ്ടാവും. റിസൾട്ടിങ് ഫ്രം എ വോൾട്ടേജ് ഡിഫറൻസ്. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? റിസൾട്ടിങ് ഫ്രം എ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ സോഴ്സ് ആൻഡ് ബോഡി. അതായത് സോഴ്സും ബോഡിയും ഒരേ പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ബോഡി, ദെൻ ഡ്യൂ ടു ദാറ്റ് ഡിഫറൻസ് ദ ത്രഷോൾഡ് വോൾട്ടേജ് വിൽ ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദി ബോഡി എഫക്റ്റ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ബോഡി അഫക്ട്സ് ദി VT, ദ ബോഡി ക്യാൻ ബി തോട്ട് ഓഫ് is a second gate that helps determine how the transistor turns on and off. അതായത് ഓൺ ഓഫ് ആണ് നമ്മുടെ ഈ ത്രഷോൾഡ് വോൾട്ടേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ബോഡി എഫക്റ്റിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. സോ നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ വരച്ചു വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ. ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ N ചാനൽ മോസ്ഫെറ്റ് ആണ് വരുന്നത്.
അല്ലെങ്കിൽ NMOS ആണ് വരുന്നത്. സോ ഇതിൽ സോഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് എ സോഴ്സ് സെക്ഷൻ. ഇതാണ് നമ്മുടെ ഡ്രെയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഗേറ്റ്. ഓക്കെ, 3 ടെർമിനൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ സോഴ്സും നമ്മുടെ സബ്സ്ട്രേറ്റും ബോഡിയും സെയിം വോൾട്ടേജ് അല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്. വി ആർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ബോഡി, ദാറ്റ് ഈസ് VSB എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, സോ VSB 0 ആണെങ്കിൽ ദർ ഇസ് നോ ബോഡി എഫക്ട്. VSB 0 ആണെങ്കിൽ ദർ ഇസ് നോ ബോഡി എഫക്ട്. ഇഫ് VSB ഹാവ് സം വാല്യൂ, അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. സോ VSBക്ക് എനിവേ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ബോഡി എഫക്റ്റ് ഉണ്ട്. സോ വാല്യൂ ഉണ്ടെങ്കിൽ ബോഡി എഫക്റ്റിന്റെ മൂലമായി ആ ഒരു ത്രഷോൾഡ് വോൾട്ടേജിന്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. സോ VSB ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു കേസാണ് ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. സോ അങ്ങനെ ആവുമ്പോൾ എക്സസ് ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ഗേറ്റ് ടെർമിനൽ. സോ കൂടുതൽ ഇലക്ട്രോൺസ് നമ്മുടെ ചാനലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മാത്തമെറ്റിക്കലിയും കൂടെ നമുക്ക് ഈ ഒരു ത്രഷോൾഡ് വോൾട്ടേജിലുള്ള ചേഞ്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ എക്സ്പ്രഷൻ ഫോർ ദി ത്രഷോൾഡ് വോൾട്ടേജ് VTN, ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VT0 പ്ലസ് ഗാമ ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് √2φf പ്ലസ് VSB മൈനസ് √2φf. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ത്രഷോൾഡ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷനിൽ VSB എന്ന് പറഞ്ഞ ടേം കാണാം. അപ്പൊ VSBക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്നു നമുക്കിതിന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് ബോഡി എഫക്റ്റിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. സോ നമ്മൾ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് എന്നാണ്. അതായത് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എൻഹാൻസ്മെന്റ് മോസ് എടുക്കുകയാണ്. സോ ഒരു NMOS നമ്മൾ കൺസിഡർ ചെയ്യാണ്, N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സബ്സ്ട്രേറ്റിലായിരിക്കും, P സബ്സ്ട്രേറ്റിലാണ് നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്യുന്നത്. സോ വി ഹാവ് സോഴ്സ്, ഡ്രെയിൻ ആൻഡ് ഗേറ്റ്. 3 ടെർമിനൽസ് ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ്, N റീജിയൻ എന്നാണ് സോഴ്സ് എടുത്തേക്കുന്നത്. ഡ്രെയിനും N റീജിയൻ എന്നാണ്. ഇനി എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, ദർ ഇസ് നോ ചാനൽ. ബിൽറ്റ് ഇൻ ആയിട്ട് അവിടെ ചാനൽ ഒന്നുമില്ല. സോഴ്സിനും ഡ്രെയിനിനും ഇടയിൽ ചാനൽ ഒന്നുമില്ല. ഇവിടെ ചാനലൊന്നും നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ ചാനൽ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ചാനൽ ഡെവലപ്പ് ചെയ്യാൻ. സോ വി ഹാവ് ടു അപ്ലൈ സം വോൾട്ടേജ് അറ്റ് ഗേറ്റ്. ഗേറ്റിൽ നമ്മൾ കുറച്ച് വോൾട്ടേജ് അപ്ലൈ ചെയ്താലാണ് ഈ ചാനൽ ഡെവലപ്പ് ചെയ്യുക. സോ ദ വോൾട്ടേജ് ദാറ്റ് ഈസ് റിക്വയർഡ് to apply at the gate terminal in order to develop a channel between source and drain. സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും ഇടയിൽ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ്, ആ മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജിനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VT. VT എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് വോൾട്ടേജ് ആണ്. സോ നമുക്കതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. So threshold voltage is the voltage required to create a channel between source and drain. അങ്ങനെയാണെങ്കിൽ സോഴ്സിന്റെയും ഡ്രെയിനിന്റെ ഇടയ്ക്ക് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചാനലിലൂടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോളിന്റെ മൂവ്മെന്റ് നടക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോസ്, NMOS ആണോ PMOS ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് NMOS ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൂവ്മെന്റ് നടക്കും. സോ കറന്റ് ഫ്ലോ നമുക്ക് അതിൽ പ്രൊഡ്യൂസ് ആവും, അല്ലെങ്കിൽ കറന്റ് അതിൽ പ്രൊഡ്യൂസ് ആവും. ആൻഡ് ദ പ്രൊഡ്യൂസ്ഡ് കറന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ID. ID എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് ആ കറന്റിനെ എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് ത്രഷോൾഡ് വോൾട്ടേജ് എന്താണെന്നുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരയാണ്. ട്രാൻസ്ഫർ ക്യാര വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സോ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ID ആൻഡ് VGS. അപ്പൊ നമ്മളിവിടെ ഒരു NMOS ആണ് എടുത്തത്. സോ വി ആർ അപ്ലൈയിങ് എ VGS. VGSന്റെ വാല്യൂ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. VGS വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, സോ VGSും IDയും തമ്മിലുള്ള ഗ്രാഫിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ക്യാര. ഓക്കെ, സോ X ആക്സിസിൽ നമ്മൾ എടുക്കുന്ന പാരാമീറ്റർ VGS ആണ്. Y ആക്സിസിൽ എടുക്കുന്ന പാരാമീറ്റർ ഏതാണ്, ID ആണ്. ഓക്കെ, ഈ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ ക്യാര. സോ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്
ട്രാൻസ്ഫർ ക്യാര വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുക. ഈ ട്രാൻസ്ഫർ ക്യാരയിൽ നിന്നുള്ള ഇൻഡിക്കേഷൻസും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. സോ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ഗ്രാഫാന്ന് അറിയാം. സോ ഇനീഷ്യലി ദർ ഇസ് നോ കറന്റ് ഫ്ലോ. നമ്മൾ VGS അപ്ലൈ ചെയ്താലും ഇനീഷ്യലി ഇവിടെ കറന്റ് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ദർ ഇസ് നോ ചാനൽ, അതായത് സോഴ്സിന്റെയും ഡ്രെയിനിനും ഇടയ്ക്ക് നമുക്ക് ചാനൽ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദർ ഇസ് നോ കറന്റ് ഫ്ലോ. മറ്റേ പർട്ടിക്കുലർ വോൾട്ടേജ്, നമ്മൾ ആ വോൾട്ടേജിന്റെ പേര് നേരത്തെ പറഞ്ഞു, ത്രഷോൾഡ് വോൾട്ടേജ്, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VGS ഇൻ ബ്രാക്കറ്റ് ത്രഷോൾഡ് എന്ന് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് VT എന്ന് പറയുന്ന വോൾട്ടേജ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. സോ അറ്റ് ത്രഷോൾഡ് വോൾട്ടേജ് എ ചാനൽ ഈസ് ക്രിയേറ്റഡ്. സോ ദാറ്റ് ചാർജ് കാരിയർ ഇലക്ട്രോൺ ക്യാൻ ഈസിലി മൂവ്. സോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ്? കറന്റ് എക്സ്പോണൻഷ്യലി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ കറന്റ് വിൽ ഇൻക്രീസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ത്രഷോൾഡ് വോൾട്ടേജ് വരെ കറന്റ് ഫ്ലോ ഇല്ല. ത്രഷോൾഡ് വോൾട്ടേജിന് ശേഷം കറന്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാര. ആൻഡ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദി കറന്റ്, ഡ്രെയിൻ കറന്റ് ID ഈസ് ഈക്വൽ ടു K ഇൻറ്റു VGS മൈനസ് VT അല്ലെങ്കിൽ VGS ത്രഷോൾഡ് ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇതാണ് 3 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത്. സോ ഇതിന്റെ ക്യാര വരയ്ക്കുക, ക്യാരയിലുള്ള ത്രഷോൾഡ് വോൾട്ടേജ് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം എന്തുകൊണ്ട് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഐഡിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കി, പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻ നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് B ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാർട്ട് Bയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 essay ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ A സെക്ഷനും ഉണ്ട്, B സെക്ഷനും ഉണ്ട്. ടോട്ടൽ 14 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത് 7+7 ആണ്. 7+7 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. അതിൽ A ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രെയിൻ കറന്റ് അറ്റ് ലീനിയർ റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ ഫോർ എ മോസ്ഫെറ്റ്. ഒരു മോസ്ഫെറ്റിന്റെ കേസിലുള്ള ഡ്രെയിൻ കറന്റ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെ റീജിയൺ ഓഫ് ഓപ്പറേഷനിൽ? ലീനിയർ റീജിയണിലും സാച്ചുറേഷൻ റീജിയണിലും. ഓക്കെ, സോ ഡെറിവേഷൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രോബ്ലം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രെയിൻ കറന്റ് ഇൻ ലീനിയർ റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പൊ നമുക്ക് കറന്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം ആദ്യം. ഓക്കെ, സോ മോസ്ഫെറ്റിന്റെ കേസിലാണ്. സോ ഞാൻ ഇവിടെ ഒരു മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ എടുത്തു. ഒരു NMOS ആണ് എടുത്തേക്കുന്നത്. സോ വി ഹാവ് P സബ്സ്ട്രേറ്റ്. നമുക്കൊരു P സബ്സ്ട്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഇതിന്റെ നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഇവിടെ കാണിച്ചേക്കാണ്. സോ സോഴ്സ്, അതുപോലെ തന്നെ ഡ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ സോഴ്സും നമ്മുടെ ബോഡിയും സബ്സ്ട്രേറ്റും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ബോഡി എഫക്റ്റ് ഒന്നുമില്ല. ദെൻ ഗേറ്റിന്റെയും സോഴ്സിന്റെയും ഇടയ്ക്ക് നമ്മളൊരു റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗേറ്റിന്റെയും സോഴ്സിന്റെ ഇടയ്ക്ക് നമ്മളൊരു വോൾട്ടേജ് VGS അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഴ്സിന്റെയും ഡ്രെയിനിന്റെ ഇടയ്ക്ക് നമ്മൾ VDS എന്ന് പറയുന്ന ഒരു വോൾട്ടേജും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് SiO2 കാണാം. ഇതാണ് നമ്മുടെ ഗേറ്റ്. സോ ദിസ് ഈസ് ദ SiO2 ലെയർ, സിലിക്കൺ ഡയോക്സൈഡ് ലെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ഒരു മെറ്റൽ ഉണ്ട് ഗേറ്റ് സെക്ഷനിൽ. ദെൻ ഓക്സൈഡ് ആണ് SiO2, ദെൻ സെമി കണ്ടക്ടർ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ചാനൽ. ആൻഡ് ഇവിടെ ജംഗ്ഷൻസ് ഉണ്ട്. സോ ജംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയനും ഉണ്ട്. സോ ഡിപ്ലീഷൻ റീജിയനും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ദിസ് ഈസ് എ ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, then ഈ ചാനലിന്റെ ലെങ്തിനെ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം x equal to 0. ദ ചാനൽ ലെങ്ത് ഈസ് x equal to L. x equal to L ആണ് ടോട്ടൽ സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും ഇടയ്ക്കുള്ള ടോട്ടൽ ചാനലിന്റെ ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് L. ഇത്രയും നൊട്ടേഷൻസ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചാനലിന്റെ ചെറിയൊരു ഇൻക്രിമെന്റൽ ഡിസ്റ്റൻസിനെ dx എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെറിവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് അസംഷൻസ് ഉണ്ട്. കുറച്ച് ഐഡിയൽ കേസ് എടുത്തിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുക. സോ വി ഹാവ് ടു ടേക്ക് സം അസംഷൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ അസംഷൻസ് പറയാം. ഒരു 5 പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്,
കറന്റ് ഫ്ലോ ത്രൂ ദ ചാനൽ ഈസ് ഇൻ 1 dimension. കറന്റ് ഫ്ലോ ത്രൂ ദി ചാനൽ എന്ന് പറയുന്നത് ഈസ് ഇൻ 1 dimension. മൊബിലിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ചാനൽ ഈസ് എ കോൺസ്റ്റന്റ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എൻ ചാനൽ ആയതുകൊണ്ട് ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. സോ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് എ കോൺസ്റ്റന്റ്. തേർഡ് പോയിന്റ്, സോഴ്സ് ആൻഡ് സബ്സ്ട്രേറ്റ് ആർ ഗ്രൗണ്ടഡ്. അതായത് സോഴ്സും സബ്സ്ട്രേറ്റും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ബോഡി എഫക്റ്റ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ദ ചാർജ് ഡെൻസിറ്റി ഓഫ് ഡിപ്ലീഷൻ ലെയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. നമ്മൾ സോഴ്സ് എൻഡ് എടുത്താലും ഡ്രെയിൻ എൻഡ് എടുത്താലും ചാർജ് ഡെൻസിറ്റി, ഡിപ്ലീഷൻ ലെയറിന്റെ ചാർജ് ഡെൻസിറ്റി എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ്, ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ് ഈസ് സ്മോളർ ദാൻ ഗേറ്റ് ടു ചാനൽ. ഓക്കെ, സോ ഇങ്ങനെ 5 പോയിന്റ്സ് നമ്മൾ ഈ ഡെറിവേഷന് മുമ്പായിട്ട് നമ്മൾ ഒരു അസംഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. സോ ഡെറിവേഷനിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ വോൾട്ടേജ് VGS. അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് VGS is equal to, നമ്മൾ അപ്ലൈ ചെയ്യുന്ന VGS മെയിൻലി 3 വോൾട്ടേജ് ആയിട്ടാണ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന VGS 3 വോൾട്ടേജ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും. ദാറ്റ് ഈസ് VOX, ഓക്സൈഡ് ലെയറിൽ ഒരു വോൾട്ടേജ് വരുന്നുണ്ട് VOX. ദെൻ 5S സർഫസ് പൊട്ടൻഷ്യൽ ആണ് 5S എന്ന് പറയുന്നത്. ആൻഡ് VFB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. VFB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ്. ഓക്കെ, അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഇതില് ഓരോ ടേമും നമുക്ക് എന്ത് ചെയ്യണം, എന്താന്നുള്ളതും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? VOX ആണ്. ഇതിലെ ഫസ്റ്റ് ടേം എന്താണ്? VOX. VOX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് QS ബൈ, അതായത് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ചാർജ് ആൻഡ് കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് മൈനസ് QS ഡിവൈഡ് ബൈ എന്താണ്? COX ആണ്. ആൻഡ് VFB, ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മളെടുത്ത ഡെറിവേഷന് ഇക്വേഷൻ ഉണ്ട്. VFB is equal to 5MS, അതായത് മെറ്റൽ സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ മെറ്റൽ സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ, ആ രീതിയിൽ നമുക്ക് പറയാം. 5MS മൈനസ് QOX ഡിവൈഡ് ബൈ COX, ഓക്സൈഡിലെ ചാർജ് ഡിവൈഡ് ബൈ ഓക്സൈഡ് കപ്പാസിറ്റൻസ്. അപ്പൊ VFB ഉണ്ട്, അപ്പൊ VOX ഉണ്ട്, VFB ഉണ്ട്. ഇനി ഇതിലൊരു 5S എന്ന് പറയുന്ന ടേം ഉണ്ട്. 5S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ നമ്മൾ ഇതില് നമ്മളുടെ നോർമൽ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന VGS ഗ്രേറ്റർ ദാൻ VT. അതിനെ പറയുന്ന പേരാണ് സ്ട്രോങ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. സ്ട്രോങ് ഇൻവേർഷൻ, ആ കണ്ടീഷനാണ് എന്ത് പറയുക? സ്ട്രോങ് ഇൻവേർഷൻ എന്ന് പറയുക. സോ അറ്റ് സ്ട്രോങ് ഇൻവേർഷൻ ദ വോൾട്ടേജ് അറ്റ് ദ സർഫസ് ഓഫ് ദി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സർഫസ് പൊട്ടൻഷ്യലിനെ സ്ട്രോങ് ഇൻവേർഷൻ കണ്ടീഷനിൽ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 2φf പ്ലസ് VOX എന്ന് എഴുതാം. 2φf പ്ലസ് VOX എന്ന് എഴുതാം. സോ നമ്മളെ VGSന്റെ എക്സ്പ്രഷൻ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. VGS വിൽ ബിക്കം മൈനസ് QS ഡിവൈഡ് ബൈ COX പ്ലസ് നമ്മുടെ 5Sന്റെ എക്സ്പ്രഷൻ 2φf പ്ലസ് VOX സെക്കൻഡ് ടേം. മൂന്നാമത്തെ ടേം എന്താണ്? VFB. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇതിൽ നമുക്ക് QS എന്ന് പറയുന്ന ടേമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. QS എന്ന് പറയുന്ന ടേം. ഓക്കെ, സോ QSനെ നമുക്ക് 2 രീതിയിൽ അല്ലെങ്കിൽ 2 ടേമിന്റെ സം ആയിട്ട് എഴുതാം. സോ QS is equal to QN of x plus QD of x. QN of x plus QD of x, where QN of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഷൻ ലെയർ ചാർജ് ആണ്. ഇറ്റ് ഈസ് ദ ഇൻവേർഷൻ ലെയർ ചാർജ് ആൻഡ് QD of x is the charge in the depletion ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ, ഡിപ്ലീഷൻ ലെയറിലുള്ള ചാർജ്. അപ്പൊ QN of x plus QD of x എന്ന് പറഞ്ഞാൽ QSനെ എഴുതാം. ഇതിൽ QD of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് QD of x is equal to root of 2 epsilon QNA into 2φf plus V of x into 2φf plus V of x. ഓക്കെ, സോ നമ്മൾ ഇതിൽ QD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഡെറിവേഷനിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? V of x ആണ്. സോ നമുക്ക് ഈ ഒരു ടേം എന്ത് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടേം ആസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? QD of x എന്ത് വരും? റൂട്ട് ഓഫ് 2 epsilon QNA into 2φf എന്ന് വരും. ഈ ടേം 0 ആവും. 2 into 2 എന്താവും? 4 ആവും. സോ ദിസ് വിൽ ബിക്കം റൂട്ട് ഓഫ് 4 into epsilon into
Q ഇൻറ്റു NA ഇൻറ്റു ഫൈ എഫ്. അതിന് നമ്മൾ ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. ഇനി QS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം QN ഓഫ് എക്സ് പ്ലസ് QD ഓഫ് എക്സ്. QD ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. സോ QS is equal to QN of x plus QD of x. QD of x ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്നും കൊടുത്തു. ഓക്കെ, ഇനി VGSന്റെ ഫോർമുലയിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. VGSന്റെ ഫോർമുലയിൽ നമ്മൾ എന്താണ്? VGS is equal to minus QS by COX plus 2φf plus VX V of x plus VFB. ഓക്കെ, അതിൽ മൈനസ് QSന് ഞാൻ മൈനസ് ഓഫ് QS എന്ന് പറഞ്ഞാൽ എന്താണ്? QN of x plus QD of x. So minus QS by COX plus 2φf plus V of x plus VFB. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഈ മൈനസ് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ചാർജിന്റെ ടേമിനെ LHSലേക്ക് കൊണ്ടുവന്നു. VGSനെ ഞാൻ RHSലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? ഇത് ഇങ്ങോട്ട് വന്നു, ഈ മൈനസ് ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് ആയി. അപ്പൊ എന്തായി? QN of x plus QD of x divided by C of x equal to RHSൽ എന്ത് വരും? 2φf അവിടെ ഉണ്ട് പ്ലസ് V of x അവിടെ ഉണ്ട്, VFB അവിടെ ഉണ്ട്. ഈ VGS അങ്ങോട്ട് പോയി. അപ്പൊ എന്തായി? മൈനസ് VGS ആയിട്ട് ഇക്വേഷൻ മാറി. ഇതിൽ ഞാൻ QN of x by C of x നെ മാത്രം LHSൽ നിർത്തി. QD of x by C of x നെ ഞാൻ RHSലേക്ക് എടുത്തു. അപ്പൊ എന്ത് വരും? QN of x by C of x equal to 2φf plus V of x plus VFB minus VGS അവിടെ ഉണ്ടായിരുന്നു. ഈ ടേം അപ്പുറത്തേക്ക് പോയി. ഏത്? മൈനസ് QD of x by C of x RHSലേക്ക് പോയി. ഇനി QN of x എന്താണ്? ഈ C of x എന്ത് ചെയ്താൽ മതി? RHSലേക്ക് എടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? QN of x is equal to C of x കൊണ്ട് ഇതിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി RHSൽ. ഇത് ഡിനോമിനേറ്ററിലാണ്, ഇത് RHSലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. സോ C of x ഇൻറ്റു 2φf പ്ലസ് V of x പ്ലസ് VFB മൈനസ് VGS മൈനസ് QD of x ബൈ C of x എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് QN of x മാറി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഈ ബ്രാക്കറ്റിന്റെ ഉള്ള ടേംസ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതുകയാണ്. ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് എഴുതുക. റിവേഴ്സ് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോൾ ഒരു മൈനസ് സൈന് പുറത്ത് വരും. അപ്പൊ Q of x എന്തായിട്ട് മാറും? മൈനസ് Q of x ആയിട്ട്, സോറി, C of x എന്തായിട്ട് മാറും? C of x ആണ്. C of x എന്തായിട്ട് മാറും? മൈനസ് C of x ആയിട്ട് മാറും. ഞാൻ ജസ്റ്റ് തിരിച്ചെഴുതുമ്പോൾ ഒരു മൈനസ് സൈന് പുറത്ത് വന്നു. അതാണ് ഇത്. മൈനസ് C of x, C O X then within bracket VGS minus 2φf V of x minus VFB plus QD of x by C O X. ഇങ്ങനെയായിട്ട് ഇക്വേഷൻ മാറും. ഞാൻ ഒന്നും കൂടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. സോ ദിസ് ഈക്വൽ ടു മൈനസ് C O X ബ്രാക്കറ്റിൽ VGS മൈനസ് V of x ഒരുമിച്ച് എഴുതി. ബാക്കി ടേംസിനെ മൈനസ് പുറത്തെടുത്തിട്ട് കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്തിട്ട് ഒരു സം ആയിട്ട് എഴുതി. എന്ത് വരും? VFB പ്ലസ് 2φf മൈനസ് QD ഓഫ് എക്സ് ഡിവൈഡ് ബൈ C O X. ഓക്കെ, സോ QN of x is equal to minus C O X within bracket VGS മൈനസ് V of x. ഈ ടേം മൊത്തത്തിൽ പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ്. ഈ ടേമിനെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട വോൾട്ടേജ്. ദാറ്റ് ഈസ് ദ ടേം ഈസ് കോൾഡ് ത്രഷോൾഡ് വോൾട്ടേജ്. ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. അപ്പൊ QN of x നമുക്ക് കിട്ടി. ഇനി നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളൊരു ഡിഫറൻഷ്യൽ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് DX എടുത്തിട്ടുണ്ടായിരുന്നു. സോ